ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ താഴെ ഒരു വീഡിയോ കാണുന്നുണ്ട്, അതൊന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഈ എക്സോസ്റ്റിൽ ഫയർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് കുറേ പേര് നമ്മുടെ കയ്യിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ അന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാം ഞാൻ വണ്ടിയിൽ സെറ്റ് ചെയ്ത് മൊത്തം അഴിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റിങ്ങും അതുപോലെ തന്നെ എങ്ങനെ കംപ്ലയിൻ്റ് ഇല്ലാതെ സെറ്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, നമുക്ക് പോകാൻ വണ്ടി ബാക്കിലിരിക്കുന്നു. പക്ഷേ അപ്പോൾ ഓൾറെഡി നമ്മൾ വണ്ടി പെഡോക്കിലൊക്കെ നിർത്തിയിട്ട് വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വണ്ടിയുടെ ബോണറ്റ് അയക്കണം, അത് കഴിഞ്ഞിട്ട് സൈഡ് കിറ്റും കാര്യങ്ങളൊക്കെ അയക്കണം. കാരണം ഈ സൈഡിലാണ് നമുക്ക് കോയിൽ വരുന്നത്. അപ്പോൾ ഇത് അയക്കാൻ അറിയാത്തവരോടാണ് ഞാൻ ഇത് അയക്കാതെ കാണിക്കുന്നത്. ഈ ഒരു 4 ബോൾട്ട്, അതായത് ഈ ഒരു ബോൾട്ടും വരും. അതുപോലെ തന്നെ ഇത് 4 ബോൾട്ട് അയച്ചാൽ നമുക്ക് ഈ ബോണറ്റ്, അതായത് ഈ സീറ്റിൻ്റെ ഈ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സീറ്റ് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് 2 അഴിച്ചിട്ട് നമുക്ക് ഇതിങ്ങോട്ട് റിമൂവ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഒരു സ്റ്റാറിൻ്റെ ഇവിടെ 2 സ്റ്റാറിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാറിൻ്റെ അയച്ചു തന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് അഴിഞ്ഞ് വരും. അതിനുശേഷം ഈ 2 അല്ലെങ്കിൽ അപ്പുറത്തും ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിലില്ല. അപ്പോൾ അതും ഉണ്ടാവും. അത് 2 അയച്ചു കഴിഞ്ഞാൽ അതിലും 2 സ്ക്രൂ വരും. എല്ലാം അയച്ചു കഴിഞ്ഞാലാണ് ഈ ഫുൾ സെറ്റ് കിറ്റ് വരുള്ളൂ. ഇതഴിക്കണം, അതുപോലെ തന്നെ ഇവിടെ 2 സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് ഈ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തുള്ള വീഡിയോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് അഴിക്കുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും മനസ്സിലായി. ഞാൻ അത് അയച്ച് കാണിക്കാം. നമ്മൾ ഇവിടെയാണ് കോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് ഫസ്റ്റ് തൊട്ട് സെറ്റ് ചെയ്ത് കാണിക്കണം. നമ്മളങ്ങനെ നമ്മുടെ ഇഗ്നിഷൻ കോയിലും കാര്യങ്ങളും വണ്ടിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഇവിടെ 2 8-ൻ്റെ ബോൾട്ടാണ് വരിക. ഓൾറെഡി ഇവിടെ ഒരു എർത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു എർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേറെ സാധനങ്ങളുടെയാണ്. ഇതിൽ തന്നെ എർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 2 മെയിൻ വയറുകളാണ് വരിക. ഒരെണ്ണം നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ കളറിലും ഒരെണ്ണം നമുക്ക് ഈ ഓറഞ്ച് കളറിലാണ് വരിക. അതിൻ്റെ അഡാപ്റ്ററാണ് ഇത് കേട്ടോ. ഈ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഇവിടേക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിതിൽ കണക്ഷൻ കൊടുക്കുക കേട്ടോ. അതിൻ്റെ കണക്ടറാണ് ഇത്. അപ്പോൾ ആ 2 വയറിനും നമ്മൾ എക്സ്ട്രാ 2 വയേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ ഒരു ബ്ലൂവും കാണാം, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് പോലത്തെ തന്നെയാണ് 2 കണക്ഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിനുള്ള കണക്ഷൻ ഇത്ര മാത്രം മതി നമുക്ക്. അപ്പോൾ ഇത് അടുത്തത് നമുക്ക് കാണാനുള്ളത് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫയർ കിറ്റാണോ, അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഏതിൻ്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സ്പെൻഡർ അതുപോലത്തെ വണ്ടികൾ ഉപയോഗിക്കുന്നത് നമുക്ക് പറ്റില്ല. ഞാൻ അത് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാണ്. അതിലൊരു എർത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇതിനാകുമ്പോൾ 2 കണക്ഷൻ വരുന്നുണ്ട്. ഒരു എർത്ത് ഒരു മെയിനും വരുന്നുണ്ട്, എക്സ്ട്രാ ഒരു എർത്തും കൂടി ഇതിൽ തന്നെ വരുന്നുണ്ട്. കണ്ടോ, എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന ആക്റ്റീവിൻ്റെ മോഡൽ ഇഗ്നിഷൻ കോയിലാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്റ്റീവയുടെ ആണ് ഈ ഇഗ്നിഷൻ കോയിൽ. അപ്പോൾ ഇതാണ് മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കൊടുക്കണം, ഇതിൽ എർത്ത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിലേക്ക് നമുക്ക് കണക്ഷൻ വരുന്നതായിരിക്കും. എക്സ്ട്രാ സ്വിച്ചും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി വയറും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ആക്റ്റീവിൻ്റെ കോയിലേക്ക് നമ്മുടെ ഈ കോയിലിൽ കാര്യങ്ങൾ വരുമ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഓറഞ്ചും അതുപോലെ തന്നെ ബ്ലൂ ആണ് വരുന്നത്. ഇത് ബ്ലൂ ആണ് കേട്ടോ. ഓറഞ്ചും ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ ഈ ഓറഞ്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ ഇതിലെ മെയിനായിട്ടുള്ളേക്ക് കൊടുക്കണം. ഓറഞ്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ മെയിനിലേക്കാണ് കൊടുക്കേണ്ടത്. അതായത് ഈ ഓറഞ്ചിന് ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീനാണ്. അപ്പോൾ ഈ ഗ്രീന് നമ്മൾ ഈ മെയിനിലേക്ക് കൊടുക്കണം. ഓക്കെ, ഈ മെയിനിലേക്ക് ഇതിലേക്ക് കൊടുക്കണം. ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഇതിലൊരു ബ്ലൂ കളറിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്, അത് ഈ ബ്ലാക്കിലേക്കും കൊടുക്കണം. എർത്ത് നമ്മൾ എക്സ്ട്രാ ഇതിന്ന് എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ചേസിക്ക് കൊടുക്കുകയാണ്. ഇതിന്ന് എക്സ്ട്രാ ഒരു വയർ എടുത്തിട്ട് നേരെ അത് ചേസിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മെയിനിൽ നമുക്കുള്ളത് ഓറഞ്ചും അതുപോലെ തന്നെ ബ്ലൂ കളറും ഉള്ളത്. ഓറഞ്ച് നമ്മൾ ഈ ആക്റ്റീവിൻ്റെ കോയിലിലെ മെയിനായിട്ട് കൊടുക്കുക. അതായത് ഓറഞ്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ ഗ്രീനിലേക്കും ബ്ലൂ എന്ന് വരുന്ന കണക്ഷൻ നമ്മൾ ബ്ലാക്കിലേക്കും കൊടുത്തിട്ടുണ്ട്. 2 കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന്, അതായത് ഈ കോയിലിൽ നിന്ന് നമ്മൾ ഒരു എക്സ്ട്രാ വയർ എടുത്തിട്ടാണ് ഇത് എർത്തായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചേസിലേക്ക് എവിടേക്കെങ്കിലും കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ കോയിൽ ഞാൻ ഇവിടെ ചേസിൽ സെറ്റ് ചെയ്തിട്ട് ഇതിന് കണക്ഷനും കൊടുത്തിട്ട് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കറണ്ട് വരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ കോയിലും കണക്ഷൻ കൊടുത്തു. ഇനി നമുക്കിപ്പോൾ ഇതിൻ്റെ എർത്ത് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് വരുന്നതായിരിക്കും. ഇതിങ്ങനെ ഡയറക്റ്റ് കൊടുത്തിട്ട് ആരും സ്റ്റാർട്ട് ചെയ്താൽ എന്നാൽ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി എക്സോസ്റ്റ് ഊരിയിട്ടുണ്ട്, അതിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നല്ല സൗണ്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നമ്മുടെ പ്ലഗിൻ്റെ അഡാപ്റ്റർ ഊരി വിടുന്നുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് എർത്ത് വരുന്നത് കാണാൻ പറ്റും. ഞാൻ ഈ അഡാപ്റ്റർ ഊരി വിട്ടിട്ടുണ്ട് കേട്ടോ. എർത്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അടിച്ചോ, ഇപ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി കൊടുക്കാനുള്ളത് ഇതിൻ്റെ കണക്ഷനൊക്കെ ഡയറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ പോകണം. അപ്പോൾ ഈ എർത്ത് നമ്മൾ നേരെ എവിടേക്ക് കൊടുക്കാൻ പോകണം? ഈ എർത്ത് നേരെ ഇതിൻ്റെ ഇടയിലേക്ക് തന്നെ കൊടുക്കാൻ പോകണം. ഈ കോയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നേരെ നമുക്ക് ഈ കണക്ഷൻ, ഇതിൻ്റെ കണക്ഷൻ നേരെ നമുക്ക് എക്സോസ്റ്റിക്ക് ഇവിടെ എത്തണമല്ലോ, അതായത് ഇവിടെ പൈപ്പിലേക്ക് എത്തണമല്ലോ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ
ഈ മെയിൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മെയിൻ കണക്ഷൻ ഇതിലാണ് നമ്മൾ സ്വിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതൊന്ന് നമ്മൾ സ്വിച്ച് നേരെ ഫ്രണ്ടിലോട്ട് അവിടേക്ക് എടുത്തിട്ടുണ്ട് സ്വിച്ചിൻ്റെ കണക്ഷൻ. അതിൻ്റെ കണക്ഷനാണ് ഇത്. അപ്പോൾ അതിൽ നമ്മൾ സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്വിച്ചിൻ്റെ വയേഴ്സ്. ഇത് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമാണ് അതായത് ഈ കോയിലിൽ നിന്ന് കറണ്ട് നേരെ ഈ കോയിലേക്ക് പോകുള്ളൂ കേട്ടോ. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിനുള്ള കറണ്ട് അതിലേക്ക് പോകും. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ രണ്ട് ഈ മെയിൻ വയർ എന്നുള്ളത് നമ്മൾ സ്വിച്ചിലേക്ക് കണക്ഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ടേപ്പ് അടിക്കണം കേട്ടോ. അതിൽ ഫുള്ളായിട്ട് ടേപ്പ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് എവിടെയും ഇതൊന്നും വരാൻ പറ്റില്ല, കാരണം എങ്ങനെയെങ്കിലും മെയിൻ വയർ ചേസിൽ തട്ടി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കോയിൽ തന്നെ അടിച്ചു കേട്ടോ. അതപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ വയർ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടേപ്പ് കണക്ഷൻ കൊടുക്കുകയാണ്. ടേപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പും കൂടി പറ്റില്ല, കാരണം മെയിൻ വയറിൽ വല്ല എക്സ്ട്രാ ഒരു എന്തെങ്കിലും വന്നിട്ട് നേരെ ചേസിലേക്ക് എന്തെങ്കിലും കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് അടിച്ചു പോകും. മെയിൻ കോയിലും പോവും. ഇതിൽ ECUക്കും നമ്മൾ കംപ്ലയിൻറ്റ് വരും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫ്യൂസുകളും കാര്യങ്ങളൊക്കെ അടിച്ചു പോകും കേട്ടോ. അത് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇതിൽ പുതിയ മോഡൽ വണ്ടിയിലൊക്കെ എനിക്ക് തോന്നുന്നു 2 വയറുണ്ടാവും. അപ്പോൾ ആക്റ്റീവിൻ്റെ കോയിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ വയർ കണക്ഷൻ തീർത്തിട്ടുണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. സെറ്റ് ചെയ്തിട്ട് നമുക്ക് കോയിൽ ഇതിലേക്ക് എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് ടാഗ് വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ വയറൊക്കെയാണ് നമ്മൾ സ്വിച്ച് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എർത്തിലേക്കോട്ട് പോകും കേട്ടോ. അപ്പോൾ ഇത് എർത്തിലോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ മെയിൻ വയറാണ് നമ്മൾ സ്വിച്ചിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നേരെ ഈ ഗ്രീനിലോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ഷൻ കഴിഞ്ഞു. ഇത് നമുക്ക് എർത്ത് കൊടുക്കണം. എർത്ത് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ കോയിലിൻ്റെ ബോൾട്ടിൽ തന്നെയാണ്. അപ്പോൾ കോയിൽ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ നമ്മുടെ ഫയറിങ്ങിനുള്ള കോയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ബോൾട്ടും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മളൊരു ടാഗ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ടാഗ് വെച്ചിട്ട് അതിനെ തൂക്കി കെട്ടി വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ കോയിലിനെ. അത് കാണിച്ചു തരാം. അപ്പോൾ ഓരോ വണ്ടികളും ഓരോ പോലെ ആയിരിക്കും. ചില വണ്ടികൾ കറക്റ്റ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ടാഗ് ഇട്ടിട്ട് ഇവിടെ ഇതേപോലെ നമ്മൾ കോയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എർത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ എർത്തും ഇതിലേക്കോട്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൽ ഓൾറെഡി വേറൊരു എർത്തും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ എർത്ത് എടുത്തിട്ട് നമ്മൾ ഇതിലൂടെ ഇട്ടാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാം കറക്റ്റായിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് എർത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്, അതായത് മെയിൻ വയറിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സോസ്റ്റിൽ ഹോളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എക്സോസ്റ്റ് വരുമ്പോൾ നമ്മൾ കറക്റ്റ് പോർഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അക്രാബോയ്ക്ക് വരും. നമ്മുടെ ഇവിടെയാണ് നമ്മൾ ത്രെഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ലോങ് പ്ലഗ്ഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്ലഗ് കറക്റ്റായിട്ട് കയറുന്ന ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ത്രെഡ് നമുക്ക് എവിടെയും ഓൾമോസ്റ്റ് കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കുറേ ഇതായിട്ട് കിട്ടിയത് ഒരു ഇലക്ട്രീഷ്യൻ ഷോപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. പഴയ ത്രെഡാണ് കിട്ടിയത് കേട്ടോ. പഴയൊരു നെറ്റാണ് കിട്ടിയത്. 17 സൈസിലുള്ള നെറ്റാണ് കിട്ടിയത്. അത് ഞാൻ കറക്റ്റായിട്ട് കയറ്റി കറക്റ്റ് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് കയറണം കേട്ടോ. ഇത് ഒരു ടൈറ്റും പറ്റത്തില്ല. കയറുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ വരണം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചുമ്മാ ഞാൻ അത് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ എക്സോസ്റ്റ് വണ്ടിയിൽ സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഇതിൽ നമ്മൾ അഡാപ്റ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അഡാപ്റ്റർ ഇട്ട് ടൈറ്റ് ചെയ്യാം. അഡാപ്റ്റർ ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ നമ്മുടെ ഈ അഡാപ്റ്റർ നേരെ പ്ലഗിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പ്ലഗിലേക്ക് നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ ഇതിൽ ചെറിയൊരു എർത്ത് മാത്രമേ വരുള്ളൂ. ചെറുതായിട്ടാണ് കാണുള്ളൂ. ചെറുതായിട്ടൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വണ്ടിൻ്റെ കിറ്റ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിനപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് ഫയർ വരുന്നുണ്ട്. രാത്രിയാണ് തീ വരിക, അതെനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു പൊട്ടലോ അതുപോലെ തന്നെ ഉള്ളിൽ ചെറിയൊരു തീ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം നമുക്ക്.
ആ പൊട്ടുന്ന വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ഞാനിപ്പോൾ എല്ലാം വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അതായത് രാത്രി എങ്ങനെയാണ് ഇതിൻ്റെ ഫയറിങ് ഉണ്ടാവും എന്നുള്ളത്. മറ്റേ വീഡിയോ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫയർ വീഡിയോ കൂടി ഞാൻ രാത്രി സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട്, അതുപോലെ തന്നെ ടെക് പരമായിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിസ്റ്റർ ബെയിൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ.